ലഹരി വിൽപ്പനയിൽ തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രങ്ങളായി കല്ലമ്പലം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്കും വർക്കല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ലഹരി വസ്തുക്കൾ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത് കല്ലമ്പലത്തെ ഇടത്തുനിന്നാണെന്ന് സൂചന. 5 കോടിയുടെ ലഹരി വസ്തുക്കളുമായി കല്ലമ്പലത്ത് നിന്ന് സഞ്ജുവിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തറിയുന്നത്. തലസ്ഥാനത്തെ ലഹരി വിൽപ്പനയുടെ ഭൂരിഭാഗവും നടക്കുന്നത് തിരുവനന്തപുരത്തെ കല്ലമ്പലം കേന്ദ്രീകരിച്ചെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കൊല്ലം, പത്തനംതിട്ട, വർക്കല, വിനോദസഞ്ചാര മേഖല എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചും ചില്ലറ വിൽപ്പനയ്ക്കായി കല്ലമ്പലത്ത് നിന്നും ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുവെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കല്ലമ്പലം സ്വദേശിയായ സഞ്ജുവിനെ വിദേശത്ത് നിന്നെത്തിച്ച 5 കോടി രൂപയുടെ MDMA-യുമായി പിടികൂടിയതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തറിയുന്നത്. വിദ്യാർത്ഥികൾക്കടക്കം മാരക ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിന് പിന്നിൽ സഞ്ജുവിന്റെ കരങ്ങളുണ്ടെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് സഞ്ജുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനൊരുങ്ങുകയാണ് പോലീസ്. നേരത്തെയും നിരവധി കേസുകളിലെ പ്രതിയാണ് സഞ്ജു. തിരുവനന്തപുരം വർക്കലയിലെ വിനോദസഞ്ചാര മേഖലയിൽ ലഹരിയൊഴുക്ക് നടത്തുന്നതിൽ പ്രധാന കണ്ണിയാണ് പിടിയിലായ സഞ്ജു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. സിനിമാ മേഖലയിലും സഞ്ജുവിന് അടുത്ത ബന്ധങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് തകർത്തു നടക്കുമ്പോഴും ലഹരിയൊഴുക്ക് കുറയുന്നില്ല എന്നതിന് സൂചനയാണ് കല്ലമ്പലത്തു നിന്നും 1.25 കിലോ MDMA പിടികൂടിയത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടുണ്ടോ എന്നത് അന്വേഷിക്കാനൊരുങ്ങുകയാണ് പോലീസ്. ജനം, തിരുവനന്തപുരം.